നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം നായ കുറുകെ ചാടി ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഓട്ടോ ഡ്രൈവർ പട്ടാമ്പി ചെരുളിപ്പറമ്പ് ഗ്രൗണ്ടിന് സമീപം താമസിക്കുന്ന ആലിക്കൽ മലബാർ മുഹമ്മദ് അലിയാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. പട്ടാമ്പിയിൽ നിന്ന് പച്ചക്കറിയുമായി ചാലിശ്ശേരിയിലേക്ക് വരികയായിരുന്ന പാസഞ്ചർ ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് തെരുവുനായ ചാടിയാണ് അപകടമുണ്ടായത്. നായ ചാടിയതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിൽ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ ഉടൻ തന്നെ നാട്ടുകാർ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പട്ടാമ്പി KTC പച്ചക്കറിക്കടയിലെ സ്ഥിരം സെയിൽ ചെയ്യുന്ന ജീവനക്കാരനാണ് മരിച്ച ഓട്ടോ ഡ്രൈവർ മുഹമ്മദ് അലി. വർഷങ്ങളായി ചാലിശ്ശേരി ഭാഗത്ത് പച്ചക്കറി വിതരണം നടത്തിവരികയായിരുന്നു. മലപ്പുറം മഞ്ചേരിയിൽ കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 5 പേരും മരിച്ചു. മരിച്ചവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടും. ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദ്, മുഹ്സീന, തസ്നിമ, റൈസ, മോളി എന്നിവരാണ് മരിച്ചത്. കിഴക്കേ തലയിൽ നിന്ന് പുല്ലൂരിലേക്ക് പോകുന്ന ഓട്ടോ ആണ് അപകടത്തിൽപ്പെട്ടത്. 4 കുട്ടികളും 2 സ്ത്രീകളുമാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. മരിച്ചവരെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ 5 പേരും മരിച്ചിരുന്നു. നാട്ടുകാരെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ മരിച്ച ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദിന്റെ മകളുടെ നിക്കാഹായിരുന്നു ശനിയാഴ്ച. മകളുടെ നിക്കാഹ് ദിനത്തിലുണ്ടായ പിതാവിന്റെ അപ്രതീക്ഷിത മരണം വീട്ടുകാർക്കും നാട്ടുകാർക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. നിക്കാഹിന് പന്തലുയർന്ന വീട്ടിലേക്ക് എത്തിയത് മജീദിന്റെ ചേതനയേറ്റ ശരീരമായിരുന്നു. ഒരേ കുടുംബത്തിലുള്ള മുഹ്സീന, തസ്നീമ, റിൻഷ ഫാത്തിമ, റൈഹ ഫാത്തിമ എന്നിവരുടെ മൃതദേഹം മഞ്ചേരി കിഴക്കേതല മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചു. മുഹ്സീനയുടെ ഖബറടക്കം മഞ്ചേരി താമരശ്ശേരി ജുമാ മസ്ജിദിലും തസ്നീമയുടെയും 2 മക്കളുടെയും ഖബറടക്കം കാളിക്കാവ് വെള്ളയൂർ ജുമാ മസ്ജിദിലും നടന്നു. അതേസമയം മഞ്ചേരി വാഹന അപകടത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്ന് കാണിച്ച് അരീക്കോട് മഞ്ചേരി റോഡ് നാട്ടുകാർ ഉപരോധിച്ചു. അപകടമുണ്ടാക്കിയ ബസിന്റെ ഡ്രൈവറെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബസ്സിലുണ്ടായിരുന്ന ശബരിമല തീർത്ഥാടകരെ മറ്റൊരു വാഹനത്തിൽ ശബരിമലയിലേക്ക് അയച്ചു. CCTV ന്യൂസ്, തൃത്താല. കേരളോത്സവവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അനാസ്ഥയാണ് ഉണ്ടായതെന്ന് ആക്ഷേപം. വിവിധ ക്ലബ്ബുകളും ജനപ്രതിനിധികളുമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം ബ്ലോക്കിൽ കേരളോത്സവ വിജയികളെ അനുമോദിക്കാൻ ചേർന്ന യോഗത്തിലായിരുന്നു പ്രതിഷേധം. അതേസമയം ബ്ലോക്കിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് അധികൃതരും വ്യക്തമാക്കി. ജില്ലാ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ബ്ലോക്കിൽ നിന്നുമുള്ള മത്സരാർത്ഥികൾക്ക് വ്യക്തമായ വിവരങ്ങൾ നൽകുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും തികഞ്ഞ അനാസ്ഥയാണ് ഉണ്ടായതെന്നാണ് ആക്ഷേപമുയർന്നത്. ജില്ലാ കേരളോത്സവത്തിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്താണ് 2ാം സ്ഥാനം നേടിയത്. എന്നാൽ ഇതിന് പരിശ്രമിച്ച മത്സരാർത്ഥികളെ അവഗണിക്കുന്ന നിലപാടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് ആക്ഷേപം. മത്സരാർത്ഥികൾക്ക് യാത്രാ ചെലവ് നൽകുകയോ ഭക്ഷണ സൗകര്യം ഒരുക്കുകയോ ചെയ്തില്ല. കായിക താരങ്ങൾക്ക് ജേഴ്സി നൽകുവാനും ഇടപെടൽ ഉണ്ടായില്ല. മത്സര സമയക്രമം മാറ്റിയത് കാരണം പല മത്സരാർത്ഥികൾക്കും നിരാശപ്പെടേണ്ടി വന്നു. വിജയികളെ അവഗണിക്കുന്ന നിലപാടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും ആക്ഷേപമുണ്ടായി. കഴിഞ്ഞ ദിവസം ബ്ലോക്കിൽ കേരളോത്സവ വിജയികളെ അനുമോദിക്കാനായി വിളിച്ചേർത്ത യോഗത്തിലായിരുന്നു വിമർശനം. ജില്ലാ പഞ്ചായത്ത് അംഗം N നീരജാണ് ഇക്കാര്യം അവതരിപ്പിച്ചത്. കേരളോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വേണ്ടത്ര ഒരു ഗൗരവത്തിൽ നമ്മൾ കാര്യങ്ങളെ കണ്ടിട്ടില്ലേ എന്നുള്ളൊരു വിമർശനമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കുറേ ആളുകൾ പങ്കെടുക്കാൻ, പലരും പൈസ ഇല്ലാത്തതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയാതെ നിൽക്കുന്നൊരു സാഹചര്യം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ സ്പോർട്സ് ടീം, ഞാൻ ക്രിക്കറ്റ് കളി കാണാൻ അവിടെ പോയ ഒരാളാണ്. നമ്മുടെ ക്രിക്കറ്റ് ടീം ഒന്നലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ആളുകളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അവർ കളി കാണാൻ ഞാൻ പോയപ്പോൾ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ടീമുകൾക്ക്, അട്ടപ്പാടി ടീമിൽ വരെ ജേഴ്സി ഉണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ടീം ജേഴ്സി ഇല്ലാതെ കളിച്ചു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. കാരണം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, എന്നോട് പലരും വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ജേഴ്സി ഇവർക്ക് കൊടുക്കാതിരുന്നത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അവിടെ വേദിയിലുണ്ട്. അന്ന് മാത്രമല്ല, അവർ എല്ലാ ദിവസവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഒരു ശ്രദ്ധ, ഞാൻ വരുന്ന ആളുകളുടെ വിമർശനമായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ വേണ്ടത്ര ഈ ജില്ലാ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് PA അടക്കം ജേഴ്സി അടക്കം വിവരങ്ങൾ നൽകുന്നതിൽ, ഇപ്പോൾ ബാസ്ക് പൂവക്കോട് ക്ലബിൻ്റെ ഒരു പ്രതിനിധിനെ അന്ന് വിളിക്കുകയാണ്. രാവിലെ വിളിച്ചതിൻ്റെ ഒരു കാരണം അവർ പറഞ്ഞത്, അവിടെ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചവരെത്തി, ആ മത്സരം അന്ന് മാറ്റി വെച്ചു. ഒരു വിവരം അറിഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവരം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്,
അതിൻ്റെ പ്രകാരം മുൻകൂട്ടി ഞങ്ങൾ വിവരം അറിയിച്ചതാണ്. പക്ഷേ ഈ കുട്ടികൾ വിവരം അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർ പങ്കെടുക്കാൻ കഴിയാതെ ഒരു 2 പെൺകുട്ടികളാണ് അവർ തിരിച്ച് പോരേണ്ട ഒരു സ്ഥിതി വന്നു. അങ്ങനെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിന്നുമായിരുന്നു കൂടുതൽ പരാതികളും ഉയർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇക്കാര്യം വ്യക്തമാക്കി. ട്രോഫി ഓങ്ങല്ലൂർ പഞ്ചായത്തിലുണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലയെന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് സ്ഥാനാണോ സെക്കൻഡ് ആണോ എന്നുള്ളത് ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഞാൻ വേറൊരു മീറ്റിങ്ങിലായിരുന്നു, അതുകൊണ്ടാണ് കഴിഞ്ഞ ബോർഡിന് വരാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് പോയിന്റ് നില അറിയാൻ ഒരു ഞങ്ങളാ ഗ്രൂപ്പിലുണ്ട്, ഗ്രൂപ്പിൽ നിന്ന് അറിഞ്ഞിട്ടില്ല. ഓങ്ങല്ലൂർ എന്തോ മാറ്റി വെച്ച പോലെ എനിക്ക് തോന്നുന്നു. ഓങ്ങല്ലൂരിന് കിട്ടിയിട്ടില്ല, പോയിന്റ് നില അറിഞ്ഞിട്ടില്ല. ഞങ്ങളത് ഹരി ധരിക്കണു, ഗ്രൂപ്പിലില്ല. എന്നോട് ചോദിച്ചു, വിളിച്ചിട്ടില്ല പ്രസിഡന്റ് പറഞ്ഞു. പ്രസിഡന്റ് ബോർഡിൽ പറഞ്ഞു ട്രോഫി കൊടുക്കേണ്ട തിരുവാങ്കുറ ഫസ്റ്റ്, സെക്കൻഡ് നമുക്കാണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. സെക്കൻഡ് ആണെന്ന് ഞാൻ അറിയിച്ചു, ഞാൻ വരില്ലേ, ഞാൻ വരാനത് അതുകൊണ്ടാണ്. വിജയം നേടിയ ക്ലബ് ഭാരവാഹികളും ഓങ്ങല്ലൂരിൽ നിന്നുള്ള ജനപ്രതിനിധികളും അനുമോദ സദസ്സ് ബഹിഷ്കരിക്കുകയും ചെയ്തു. ബന്ധപ്പെട്ടവരെ അറിയിക്കുക പോലും ചെയ്യാതെയാണ് അനുമോദ സദസ്സ് ചെറിയ ചടങ്ങിൽ ഒതുക്കിയതെന്നും ആക്ഷേപമുണ്ടായി. ഈ ഓവറോളും ഫസ്റ്റും സെക്കൻഡും കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ട് അന്ന് ബോർഡ് കൂടിയപ്പോൾ ക്ലബ്ബുകാർ ആരും വന്നിട്ടില്ല. ഞാൻ ഹരിനെ വിളിച്ചു, ഹരി ട്രോഫി മേടിക്കാൻ വരുന്നില്ലേ ചോദിച്ചപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല മെമ്പറേന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഓങ്ങല്ലൂരിൽ നിന്ന് വന്ന പ്രതിനിധികളായിട്ട് ഞാനും സൈതാലി മെമ്പറും ഉന്മേഷ് മെമ്പറും ഉണ്ടായിരുന്നത്. ഞങ്ങൾ മേടിച്ചത് താഴത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാനത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കുട്ടികൾ പറഞ്ഞത് ഞങ്ങൾക്കത് വേണ്ട. എന്താ വെച്ചാൽ 3-4 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് അത്. തലേ ദിവസം വരെ ഓങ്ങല്ലൂർ പഞ്ചായത്താണ് ഫസ്റ്റ് എന്നും പിന്നെ ഒരു ദിവസം കഴിയുമ്പോഴേക്കും അത് മറിഞ്ഞു. എന്താ വെച്ചാൽ എവിടെയാണ് പോയിന്റ് കുറഞ്ഞത്, എവിടെയാണ് പോയിന്റ് കൂടിയത് എന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ. കേരളോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ പഞ്ചായത്തുകളെയും കൃത്യമായി വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠനും വൈസ് പ്രസിഡന്റ് കെ റഷീദും യോഗത്തിൽ അറിയിച്ചു. ജില്ലാ കേരളോത്സവത്തിന്റെ അറിയിപ്പുകൾ ലഭിക്കുന്നതിൽ ജില്ലാ അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ബ്ലോക്കിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേസമയം ഓങ്ങല്ലൂരിൽ നിന്നും മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നതെന്നും ഇവർ വ്യക്തമാക്കി. 50,000 രൂപ നമുക്ക് വെക്കണമെങ്കിൽ വെക്കാവുന്നതുണ്ട്. നമുക്ക് റിവിഷനിൽ പ്രൊജക്റ്റായി വെച്ച് നിലവിലുണ്ടായ പോരായ്മകൾ പരിഹരിക്കാവുന്നതുണ്ട്. ആ രീതിയിൽ നമ്മൾ പരിശോധിച്ച സമയത്ത് സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ 2 ലക്ഷം നൽകിയ ഇതിന് പകരം ഇത്തവണ 1.5 ലക്ഷം രൂപയാണ് നൽകിയത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിന് റിവൈസ് ചെയ്ത് വെക്കാൻ കഴിയില്ലെന്ന് ഓഡിറ്റർമാർ അറിയിച്ചു. ഏതെങ്കിലും സാഹചര്യത്തിൽ സർക്കാരിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ 50,000 രൂപ കൂടി ചെലവഴിക്കാനുള്ള അനുമതി നൽകുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാവുന്നതായിരുന്നു. പക്ഷേ സർക്കാർ പൂർണ്ണമായ രീതിയിൽ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാവരും തിരികെ കൊടുത്തതാണ്. ഇത്തവണ 50,000 കുറവ് വന്നതിൽ മാത്രം നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്, അതിന് വിഷമമുണ്ട്. അനുമോദ സദസ്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ റഷീദ് അധ്യക്ഷനായിരുന്നു. മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്തു. വരാനിരിക്കുന്ന വരൾച്ചയെ നേരിടാൻ വെള്ളിയാങ്കല്ല് തടയണയിൽ ജലസംഭരണം ആരംഭിച്ചു. തടയണയുടെ ഷട്ടറുകൾ താഴ്ത്തിയതോടെയാണ് വെള്ളിയാങ്കല്ല് തടയണ ജലസമൃദ്ധിയിലായത്. വേനലിൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന നാട്ടുകാർക്ക് നിളയിലെ ജലസമൃദ്ധി ആശ്വാസ കാഴ്ച കൂടിയാണ്. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരുന്നു നിളയിലെ നീരൊഴുക്ക് കുറയാറുള്ളത്. എന്നാൽ മഴ ലഭ്യതയിലുണ്ടായിരുന്ന കുറവ് മൂലം ഇത്തവണ നേരത്തെ സംഭരണം ആരംഭിക്കുകയായിരുന്നു. ജില്ലയിലും സമീപ ജില്ലകളിലുമായി 3 നഗരസഭകൾ, പട്ടാമ്പി താലൂക്കിലെ 8ഓളം പഞ്ചായത്തുകൾ എന്നിവയുടെയെല്ലാം പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് വെള്ളിയാങ്കല്ല്. പരമാവധി 3.5 മീറ്ററാണ് തടയണയുടെ സംഭരണശേഷി. ഷട്ടറുകൾ താഴ്ത്തിയതോടെ 2 മീറ്ററിലധികം ജലനിരപ്പ് ഉയർന്നു. ഇതോടെ വെള്ളിയാങ്കല്ല് മുതൽ പട്ടാമ്പി വരെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഭാരതപ്പുഴ. ജലനിരപ്പ് ഉയർന്ന് തീരദേശങ്ങളിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കുന്നതിനായി ഏതാനും ചില ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിച്ചാണ് ജലസംഭരണം. ജലസമൃദ്ധിയിലായി തടയണ കാണാൻ എത്തുന്ന സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചു. അതേസമയം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയായിട്ടും ജലസംഭരണി മാലിന്യമുക്തമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. പുഴയിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതോടെ മുൻ വർഷങ്ങളിൽ വേനൽ പകുതിയിലാവുമ്പോഴേക്കും വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടു തുടങ്ങാറുണ്ട്. സംഭരണം ആരംഭിക്കുന്നതോടെ വെള്ളത്തിന്റെ നീല നിറം മാറി ഇരുണ്ട പച്ച നിറമായി മാറുകയും എണ്ണമയമുള്ള പാട കെട്ടുകയും ചെയ്യാറുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്താൽ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് തടയണയിലേക്കാണ്. CCTV ന്യൂസ് തൃത്താല. ഇടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം.
വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തപാൽ ജീവനക്കാരുടെ പണിമുടക്ക് തുടരുന്നു. പണിമുടക്കിന്റെ ഭാഗമായി പട്ടാമ്പി തപാൽ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തപാൽ വകുപ്പിലെ GDS ജീവനക്കാർ NFPയുടെ നേതൃത്വത്തിലാണ് അഖിലേന്ത്യാ വ്യാപകമായി അനിശ്ചിതകാല പണിമുടക്ക് നടത്തിവരുന്നത്. പണിമുടക്കിന്റെ ഭാഗമായാണ് പട്ടാമ്പി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. GDS ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാർ എന്ന പദവി നൽകുക, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പട്ടാമ്പി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1996 തൽവാർ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഈ തൽവാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ജീവനക്കാർ GDS ആയത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അന്ന് നടപ്പിലാക്കി നമ്മളെ സംബന്ധിച്ചിടത്തോളം തൽവാർ കമ്മീഷൻ റിപ്പോർട്ടാണ് ഈ ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു പരിധി വരെയെങ്കിലും ഒരു യുക്തിസഹമായ തീരുമാനമെടുക്കുക നടപ്പിലാക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് വന്ന കാരണം തൽവാർ കമ്മീഷൻ്റെ കാര്യമായിട്ട് TRC ഇന്നിപ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചോളം തപാൽ GDS ജീവനക്കാരെ സംബന്ധിച്ചോളം TRCA കിട്ടുന്നുണ്ട്. അതുവരെ TRCA എന്നുള്ള സംവിധാനം തപാൽ GDS ജീവനക്കാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നൊരു TRCA ഏർപ്പാട് ചെയ്തു. അതുപോലെ തന്നെ പെയ്ഡ് ലീവ്, 20 ദിവസത്തെ പെയ്ഡ് ലീവ്, അങ്ങനെ കുറേ ആനുകൂല്യങ്ങൾ. അതുപോലെ തന്നെ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് ശുപാർശ ചെയ്ത ഒരേ ഒരു കമ്മീഷൻ തൽവാർ കമ്മീഷനായിരുന്നു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ കുറേ പണിമുടക്കൾ നടത്തി ഭരണകൂടം പാർലമെൻറ്റിൽ ഉറപ്പു തന്നതാണ്. ഈ പാർലമെൻറ്റിൽ ഉറപ്പു തന്നത് എന്നാൽ GDS ജീവനക്കാർക്ക് ബോണസ് എടുക്കാലോ. GDS ജീവനക്കാർക്ക് VT നാരായണൻ, NP കൃഷ്ണൻകുട്ടി, അനു, ശശീന്ദ്രൻ, P. ബാലകൃഷ്ണൻ, പ്രദീപ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ക്രിസ്തുമസിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ തിരുപ്പിറവിയെ വരവേൽക്കാൻ വിപണിയിൽ മിന്നിത്തിളങ്ങി നക്ഷത്രങ്ങൾ നിറഞ്ഞു. വിവിധ നിറത്തിലും രൂപത്തിലും കൗതുകമുളവാക്കുന്ന നക്ഷത്രങ്ങളാണ് വിപണി കീഴടക്കിയിരിക്കുന്നത്. പൊതുവെ കച്ചവടം കുറവാണെങ്കിലും വരും ദിവസങ്ങളിൽ ക്രിസ്മസ് വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. വിവിധ വർണ്ണത്തിലും വിലയിലും നിരവധി നക്ഷത്രങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. 200 രൂപ മുതൽ 2000 രൂപ വരെയുള്ള LED നക്ഷത്രങ്ങൾ വിപണിയിൽ സുലഭമാണ്. പ്രകാശം വിതറുന്ന വിവിധ വലിപ്പത്തിലുള്ള സാന്താക്ലോസുകളാണ് ഇത്തവണ താരം. വർണ്ണ പേപ്പർ കൊണ്ടുള്ള നക്ഷത്രങ്ങൾ, ഗിൽഡ് പേപ്പർ നക്ഷത്രങ്ങൾ, വിവിധ തരം പുൽക്കൂടുകൾ, തിരുജനനം വിളിച്ചോതുന്ന ക്രിപ്സെറ്റ്, സാന്റാക്ലോസ് വസ്ത്രങ്ങൾ, തൊപ്പികൾ, വിവിധ വലിപ്പത്തിലുള്ള ക്രിസ്മസ് ട്രീകൾ, കരോൾ സംഘങ്ങൾക്കുള്ള നാസിക് ഡോളുകൾ, തൊപ്പികൾ എന്നിവ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പച്ച നിറത്തിലുള്ള ഗിൽഡ് മാലകൾക്കാണ് വലിയ ഡിമാൻഡുള്ളത്. LED മാലബൾബുകളുടെ വിവിധ തരം മോഡലുകളും സുലഭമായി കടകളിലുണ്ട്. നിയോൺ ലൈറ്റ് ഘടിപ്പിച്ച വലിയ നക്ഷത്രങ്ങൾ, BTS പിക്സൽ നക്ഷത്രങ്ങളും ഇത്തവണത്തെ പ്രത്യേകതയാണ്. ക്രിസ്മസിനെ വരവേൽക്കാൻ നഗരഗ്രാമങ്ങൾ തിരക്ക് കൂട്ടുമ്പോഴും 2 വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കച്ചവടം വളരെ മന്ദഗതിയിലാണെന്ന് 10 വർഷമായി കേരളത്തിലെത്തി തൃശൂർ കുന്നംകുളം നഗരത്തിൽ ക്രിസ്മസ് കച്ചവടം നടത്തുന്ന ഹോൾസെയിൽ വ്യാപാരി രാജസ്ഥാൻ സ്വദേശി സുരേഷ് പട്ടേൽ പറഞ്ഞു. അത്ര LED മൂവിംഗ് ഇല്ല, പേപ്പർ സ്റ്റാർ മൂവിംഗ് ആണ്. ഇപ്പോൾ LED ഭയങ്കര ഡൗൺ ആണ്. 3 വർഷമായിട്ട് ഈ ഫുള്ള് കച്ചവടം മൊത്തം കസ്റ്റമർ ഫുള്ള് പറഞ്ഞ കച്ചവടം കമ്മി ഫുൾ കമ്മിയാണ്. 10-20 പീസ് സ്റ്റാർ കൊണ്ടുപോകണ ആൾക്കാർ 5 സ്റ്റാർ 2 സ്റ്റാർ മാത്രമേ കൊണ്ടുപോകണുള്ളൂ. ഇക്കൊല്ലം ഭയങ്കര കച്ചവടം ഭയങ്കര കച്ചവടം മോശമാണ്. പുതിയ സ്റ്റാർ ഇതിൻ്റെ നിയോണിൽ ഇപ്പോൾ നല്ല ട്രെൻഡാണ്. നിയോൺ പുതിയ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് കപ്പാണ്ട് ഉണ്ട്, LED ഉണ്ട്, മാലബുക്കുണ്ട്, പിന്നെ BTS സ്റ്റാർ. ക്രിസ്മസിനായി LED നക്ഷത്രങ്ങൾ, ബൾബുകൾ തുടങ്ങി എല്ലാം വലിയ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിലും കച്ചവടം മന്ദഗതിയിലാണ്. റീറ്റെയിൽ വിപണി വരും ദിവസങ്ങളിൽ സജീവമായാലാണ് മൊത്തക്കച്ചവടവും ഉഷാറാകൂ എന്ന് വ്യാപാരി പറയുന്നു. ക്രിസ്മസ് ദിനവും പുതുവത്സരവും അടുക്കുന്നതോടെ കേക്ക് വിപണിയിൽ ആവശ്യക്കാർ കൂടുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 10ാമത് സമ്മേളനത്തിന് തൃത്താല യജ്ഞേശ്വരം ഒരുങ്ങി. ഡിസംബർ 23 മുതൽ 25 വരെയാണ് സമ്മേളനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 10ാമത് വാർഷിക സമ്മേളനമാണ് തൃത്താല യജ്ഞേശ്വരത്ത് വെച്ച് നടത്തുന്നത്. ഡിസംബർ 23 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലാണ് വാർഷിക സമ്മേളനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹൈന്ദവ ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖ ആചാര്യന്മാർ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കും. 1000 അമ്മമാർ പങ്കെടുക്കുന്ന
ഹരിനാമ കീർത്തനം, ആധ്യാത്മിക സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, മാതൃസമ്മേളനം, യുവജന സമ്മേളനം, ലക്ഷദ്വീപ സമർപ്പണം, അന്നദാനം, വിവിധ കലാപരിപാടികൾ എന്നിവയും വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. 23 രാവിലെ ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 9:30 1000 അമ്മമാർ പങ്കെടുക്കുന്ന ഹരിനാമ കീർത്തനം നടക്കുക. തുടർന്ന് 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കേരള ഘടകം ആചാര്യൻ, തുടർന്ന് 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സമ്പോധ് ഫൗണ്ടേഷൻ കേരള ഘടകം ആചാര്യൻ സ്വാമി ആധ്യാത്മനാനന്ദ സരസ്വതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തിന്റെ അനുഗ്രഹ പ്രഭാഷണവും ഉണ്ടായിരിക്കും. വെള്ളിയോടെ ഹിന്ദുമത പരിഷത്ത് പ്രസിഡന്റ് ടി.കെ. വിനയഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടക്കും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ സംവിധായകനും നിർമ്മാതാവുമായ രാമസിംഹൻ ഉദ്ഘാടനം ചെയ്യും. ആത്മാഭിമാനമായ ഹിന്ദു എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണവും നടത്തും. 24 രാവിലെ 10:30 മാതൃസമ്മേളനം നടക്കും. മാതൃസമ്മേളനത്തിൽ ധർമ്മചരണം മാതാക്കളിലൂടെ എന്ന വിഷയത്തിൽ ശ്രുതിശാന്തി പ്രഭാഷണം നടത്തും. പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും. ഉച്ചയ്ക്ക് തിരുവാതിരക്കളി, വൈകിട്ട് സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും. സാംസ്കാരിക സമ്മേളനത്തിൽ തത്വരസികൻ പ്രസാദ് പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് മരവാദ്യവും ഉണ്ടായിരിക്കും. ഈ സമ്മേളനം 3 ദിവസങ്ങളായിട്ട് നടത്താറുള്ളത്. ഈ വർഷം വളരെ വിപുലമായിട്ട് തന്നെ, കാരണം 10ാമത്തെ വർഷമായതുകൊണ്ട് വളരെ വിപുലമായി തന്നെയാണ് ഈ വർഷത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷങ്ങളും സാധാരണ ഓരോ ദിവസം 2 പ്രഭാഷണം ഉണ്ടാകാറുള്ളത്. ഈ വർഷം ത്രൂ ഔട്ട് ദ ഡേ, രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരേക്കും പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഭക്ഷണ സംവിധാനങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 23-ാം തീയതി കാലത്ത് അഗ്നിഹോത്രത്തോടു കൂടിയിട്ടാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. അതിനുശേഷം ധ്വജാരോഹണം ഉണ്ടായിരിക്കും. പിന്നെ രാവിലെ 9 മണിക്ക് 1000 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഹരിനാമ കീർത്തനം, ഒന്നിച്ചിരുന്ന് ഹരിനാമ കീർത്തനം ആരംഭിക്കുക. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമ പാരായണവും ഉണ്ടായിരിക്കുന്നതാണ്. അത് നടത്തുന്നത് ശ്രീ പ്രസാദ് പുളിക്കൽ ആചാര്യ സ്ഥാനം വഹിച്ചുകൊണ്ടുള്ള സദ്ഗമയ സത്സംഗ സമിതി പെരിങ്ങോട് കേന്ദ്രമാക്കിയിട്ടുള്ള ആ സംഘടനയുടെ കീഴിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 1000 അമ്മമാരെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരിക്കും. 25 രാവിലെ യജ്ഞേശ്വരം ക്ഷേത്ര കാർമ്മികത്വത്തിൽ രുദ്രാഭിഷേകം നടക്കും. തുടർന്ന് നടക്കുന്ന യുവജന സമ്മേളനത്തിൽ സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സ്വാമി ദേവാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. വൈകിട്ട് 6 ലക്ഷദ്വീപ സമർപ്പണം നടക്കും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M.R. മുരളി ആദ്യ തിരി തെളിയിച്ചുകൊണ്ടായിരിക്കും ലക്ഷദ്വീപ സമർപ്പണം ആരംഭിക്കുക. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് പ്രസിഡന്റ് ടി.കെ. വിനയഗോപാൽ, ടി.ജി. വിജയകുമാർ, രവീന്ദ്രൻ വെളിച്ചപ്പാട്, ഇ.വി. സുരേഷ് കുടുമുണ്ട്, ഇ.വി. സുരേഷ് തുടങ്ങിയവർ സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിച്ചു. 1 ഇന്ത്യ 2 ഭാരതം. ഇന്ത്യ എന്ന വാക്ക് സിന്ധു നദിയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചരിത്ര പണ്ഡിതന്മാരും ഭാഷാ പണ്ഡിതന്മാരും ഒക്കെ അത് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. സിന്ധു നദി, അതിന്റെ തീരപ്രദേശം സിന്ധ്, പേർഷ്യക്കാർക്ക് സ എന്ന അക്ഷരം ഉച്ചരിക്കാൻ വയ്യാത്തത് കൊണ്ട് അതിന് പകരം അവർ ഹ എന്ന് ഉച്ചരിച്ചു. സിന്ധ് ഹിന്ദായി, അവർ താമസിക്കുന്ന ആളുകൾ ഹിന്ദുക്കളായി, അവരുടെ ഭാഷ ഹിന്ദിയായി. ഗ്രീസുകാർ വന്നപ്പോൾ യവനന്മാർക്ക് ഇയ എന്ന പ്രത്യേകം വാക്കിന്റെ കൂടെ അങ്ങനെ ഹിന്ദു എന്നത് ഹിന്ദിയ, ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലം. ചാലിശ്ശേരി ഗൾസമൻ വുമൺ പ്രയർ ഫെലോഷിപ്പ് 12ാം വാർഷികം സമാപിച്ചു. ഗൾസമൻ പ്രയർ ഹാളിൽ നടന്ന വുമൺ പ്രയർ ഫെലോഷിപ്പ് ആരാധനയ്ക്ക് സിസ്റ്റർ ഉഷ ജയരാജ് നേതൃത്വം നൽകി. സുവിശേഷകനായ ബിനു ജോസഫ് വടശ്ശേരിക്കര വചന സന്ദേശം നൽകി. വാർഷികത്തിന്റെ ഭാഗമായി വനിതാ അംഗങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു. ശലോമി, മീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. വാർഷിക പരിപാടികൾക്ക് കുഞ്ഞാമ്മ ടീച്ചർ, എൽസി തമ്പി, ജെസി ജോർജ്, ഓമന, ഷീജ, റിനി, ലില്ലി, ഡെയ്സി, നൈസി, ജീൻസി എന്നിവർ നേതൃത്വം നൽകി. സമാപിക്കുന്നു. നമസ്കാരം.